സെൽമോ, ആ പിന്നെ സാധനം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പാനെ കൊണ്ട് പറഞ്ഞു കൊണ്ടിക്കാറുന്നില്ലേ കുട്ടിയെ? നാളെ ഇനിയിപ്പോ മക്കളൊക്കെ ഉണ്ട് വരണല്ലേ? ഇനിയൊന്നും വേണ്ടമ്മ. ഇനി ദിലു ആദ്യം വന്നിട്ടേ ഓൾക്ക് എന്താ പൂതിച്ചാൽ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിക്കാം. ഞാൻ എന്തായാലും ഓൾക്ക് ഇഷ്ടപ്പെട്ട നെല്ലിക്കച്ചാർ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ആ എന്തൊക്കെയാ പൂതിച്ച അതൊക്കെ ഉണ്ട് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. എന്തായാലും തൊള്ളക്കും പള്ളക്കും പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ തിന്ന് കുടിച്ച് കിട്ടിയാൽ മതി. അല്ല, കുട്ടിയോള് വിളിക്കണ നേരൊക്കെ കഴിഞ്ഞല്ലോ, ഒന്ന് വിളിയൊന്നും കണ്ടില്ലേ? വിളിച്ചോളുമ്മ, നിങ്ങള് ബേജാറാവണ്ട. പിന്നെപ്പോ ഇന്നിപ്പോൾ നല്ല തിരക്കിലേക്കാരോ, അതുകൊണ്ടാണ് വിളിക്കണ നേരത്ത് വിളി കാണാത്തത്. ആ ഇന്നിപ്പോ അച്ചാറും പണിക്കും കൂടി നിന്നപ്പോത്തിന് അന്റെ പണിയോളം ഒതുങ്ങിട്ടുണ്ടാവൂലല്ലേ? വല്ലതൊക്കെ അരിയാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് കാട്ട്, മരുന്നേരാ. ഇക്കിഞ്ഞ് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലമ്മ. ഈ അച്ചാറിന്റെ പണിയും കൂടി കഴിഞ്ഞാൽ എന്റേത് കഴിഞ്ഞ്. നിങ്ങൾ പറ്റിച്ചാലേ ഒരു 2 പണി വെളുത്തുള്ളി ഒന്നുണ്ടായിരുന്നു എന്നാളെ. ആ ആയിക്കോട്ടെ. എന്തായാലും കുറഞ്ഞ ലീവിനാണെങ്കിൽ കൂടിയേ ആദിക്ക് ഓളെ കൂടെ പോരാൻ പറ്റിയെന്ന് കേട്ടപ്പോളാ ഉമ്മാക്കൊരു സമാധാനായത്. അത് നേരമ്മ, ഇങ്ങനെ ഛർദിച്ചു മുക്കണോടത്തേ ഓൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരി കാണും വരെ നമുക്കും ഓനക്കൊക്കെ വേജാറന്നേക്കാരം. ഇതിപ്പോ കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു സമാധാനം തന്നെയാണ്. ഇന്നാലൊന്ന് വിളിക്കണ നേരത്തെ വിളിക്കാഞ്ഞപ്പോളേ നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പൊ എന്തേ പറ്റിയാവോ? വിളിക്കണ നേരത്തെ വിളി കണ്ടില്ലാന്നുണ്ടെങ്കിലേ അതൊരു വേജാറന്നെയാണ് എന്റെ കുട്ടിയെ. പ്രത്യേകിച്ച് പെണ്ണിങ്ങനെ ഇരിക്കും കൂടി ആവുമ്പോഴേ വേണ്ടാത്ത ഓരോരോ ചിന്തോളാ മനസ്സിലേക്ക് വരുന്നത്. ഇനിയിപ്പൊ നിങ്ങൾ ആ ഒരു സമാധാനക്കേടിൽ ഇരിക്കണ്ട എന്റെ അമ്മ. എന്തായാലും കുറച്ചേരും കൂടി കാത്തിട്ട് വിളി കണ്ടില്ലെങ്കിലേ നമുക്ക് അങ്ങോട്ട് വിളിച്ചോക്കാം, പോരെ? ആ ഇന്നാ പിന്നെ അതാ നല്ലത്. അന്റെ കൈ ഒഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങോട്ടൊന്ന് വിളിച്ചോക്ക്. ചെലപ്പം കുഴപ്പമൊന്നും ഉണ്ടാവൂല. ഓലിങ്ങോട്ട് വരാനുള്ള തിരക്കിലും കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടേ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്നങ്ങാണ്ടും വിചാരിച്ചിട്ടുണ്ടാവും. എങ്ങനായാലും ഇനിയിപ്പോ ഇത് രണ്ടോടത്ത് ആവോളം മനുഷ്യന്മാർക്ക് സമാധാനക്കേടാണ്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഒക്കെ സലാമത്തായി കിട്ടിയാ മതിയായിരുന്നു റബ്ബേ. ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല, ഒക്കെ പടച്ചോ നോക്കിക്കോളും. നിങ്ങൾ ഈ അച്ചാറും തിന്നോക്കിട്ടെ എങ്ങനെയുണ്ട് നോക്കി. നിങ്ങൾ നോക്കി പറഞ്ഞൊരു സമാധാനാണ്. അത് നോക്കാനൊന്നും ഇല്ലാന്നേ, അതിന്റെ മണം കിട്ടുമ്പോ തന്നെ ഉമ്മാക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും കാണിച്ചാ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ നോക്കി പറഞ്ഞല്ല വേണ്ട. ഉസാറായിട്ടുണ്ട്. ഒരു ഉപ്പും പുളിയും ഒക്കെ പാകത്തിനും. ഇനി കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് ചൂടാറിട്ടാക്കിയാൽ മതി. എന്നിട്ട് കുറച്ച് സുർക്കൊന്ന് മോളി പാവിക്കളാം. വേറെ ഒന്നും ചെജ്ജല്ല. ഉസാറായിക്കണം. കഞ്ഞിയൊക്കെ കുടിക്കാനേ